കേരള സിറ്റിസൻസ് 3 മിനിറ്റേ ഉള്ളൂ, അതുകൊണ്ട് നോക്കിയിട്ട് വേഗം പറയാം. അപ്പോൾ 5-ാം വാർഡിലെ വികസനമാണ്. 5-ാം വാർഡിലെ റോഡുകളിലെ യോഗ്യത എന്നെല്ലാം പറഞ്ഞിട്ട് എന്തെല്ലോ വൈദ്യനി, പക്ഷേ എങ്ങനെല്ലോ ആക്കിയിട്ട് കണക്ക് എടുത്തിട്ടുണ്ട്. അപ്പോൾ 3 മിനിറ്റേ ഉള്ളൂ, നിയമം പറയാം. ഇന്ത്യയിലെ ഇലക്ഷൻ്റെ റൂളിൽ പെട്ടതാണ് ഒരാൾ 5 വർഷം എന്ത് കാര്യം ചെയ്തു കഴിഞ്ഞാലും അതിൻ്റെ കണക്ക് ജനങ്ങൾ അറിയിക്കണമെന്ന്. അപ്പോൾ കണക്ക് ജനങ്ങൾ അറിയിക്കുന്നത് ഇപ്പോൾ സോഷ്യൽ മീഡിയ കൊണ്ട് വാട്സപ്പിൽ അറിയിക്കാം. ഇനി ഈ നാട് തിരിച്ചു പിടിച്ച് കഴിഞ്ഞാൽ വേറെ രീതിയിൽ അറിയിക്കാം, അതിൽ പിന്നെ പറയാം. അപ്പോൾ ആദ്യം നോക്കുക, മമ്മായിലും തെങ്ങും മറ്റേ കുന്തെല്ലാം ആക്കിയിട്ടുണ്ട്. പക്ഷേ പ്രശ്നം ഇത്രയേ ഉള്ളൂ, കുറേ ഇനി കണക്കില്ല. കുറേ ഇനി പലവക, നാട്ടിലൊരു പലവക ഉണ്ടല്ലോ, അങ്ങനെ കുറേ സാധനം ഉണ്ട്. അപ്പോൾ ഇന്ത്യൻ സിരീസിൻ്റെ ഐക്യം വെച്ചിട്ട് ഇവനാണ് സ്ത്രീ. ഇന്ത്യൻ സിരീസിൻ്റെ മദറിൻ്റെ പേരും സൈനബ എന്നാണ്. അപ്പം മാലാഖയെ കലമ്പിയാലും പൂതനെ കലമ്പിയാലും ആണുങ്ങൾ ജയിലിൽ പോകണം. അതുകൊണ്ട് ധൈര്യമായിട്ട് പറയാം. കാരണം ഇവർ ഫോട്ടോ ആക്കിയിട്ട് നന്ദി കുന്തലിന് മറ്റേ വീണ്ടും വരിക എന്നെല്ലാം പറയുന്ന മാതിരി നമ്മൾ ഓരോ രാജ്യത്തും അല്ലെങ്കിൽ ഇന്ത്യയിൽ തന്നെ അല്ലെങ്കിൽ വേണ്ട, നമ്മളെ ബീവി റോഡ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നന്ദി വീണ്ടും വരിക മാട്ടൽ പഞ്ചായത്ത് എന്നെല്ലാം പറഞ്ഞിട്ട് കാണും. പെറ്റ് സ്റ്റേഷനും മറ്റേ സ്റ്റേഡിയവും മറ്റേ ഗവൺമെൻറ് ഹോസ്പിറ്റലിലും ഉള്ളതല്ലേ, ഭയങ്കര രസമാണ്. SDPIയും മറ്റേ LDFും UDF എല്ലാം കൂടി ഭരിക്കുന്നതാണ്. BJPക്ക് ഭരിക്കാനില്ല. പിന്നെ BJP അല്ലെങ്കിൽ തന്നെ അടുക്ക്, അത് പിന്നെ പറയാം. അങ്ങനെ എന്തെല്ലോ ആക്കിയിട്ട് ഒരു ഒപ്പിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ്ടാ ഇങ്ങനെ ആടിയടി കണക്കെല്ലാം കൂട്ടിയിട്ട് 61,98,057 ഉറുപ്പ്യ, നമ്മളെ ലാക്ക് കണക്കല്ലേ. അപ്പോൾ ഇങ്ങനെ റോഡും കാര്യവും മറ്റേ തോടും മറ്റേ കുന്തും കുറച്ചക്കറും അങ്ങനെ എന്തെല്ലോ പള്ളിക്ക് മയ്യത്തോണ്ട് പോകാൻ വേണ്ടിയിട്ട് ആംബുലൻസിൽ കൊണ്ടുപോകുക അല്ലെങ്കിൽ നടന്നിട്ടുണ്ട് പോവുക. അങ്ങനെ സെൻട്രൽ ജമാഅത്ത് മസ്ജിദിൽ അലീക്ക് ഉണ്ടല്ലോ, താടിയില്ലാത്ത അലീക്കാട് ചോറും എല്ലാത്തിനും നിൽക്കും. ഭയങ്കര രസമാണ്. പഴയ ഖത്തീബ്, പഴയ ഒരു സ്പീച്ചറെല്ലാം ഉണ്ടായിന്, മാട്ടൂക്കാരൻ തന്നെ ഉണ്ടായിന്. ഇപ്പോൾ അവിടെ മാട്ടൂക്കാരും നല്ല ഖത്തീബും എല്ലാം തോന്നുന്നു. നമുക്ക് നോക്കാം, അതിൽ പിന്നെ ശരിയാക്കാം. EK സലഫി മാങ്ങാത്തോലി, പിന്നെ ഒരു അബ്ദുൽ ബാരിയെല്ലാം ഉണ്ടായിന്. പിന്നെ അലാഖിൻ്റെ എവലിങ് കഴിഞ്ഞ് അങ്ങനെ എന്താന്ന് ക്ലാരിഫൈ ചെയ്യണം സൈൻത മാം. ഇങ്ങനെ ഇറങ്ങിപ്പോകാൻ പാടില്ല. ഇങ്ങനെ എന്തല്ലോ ചെയ്തിന് ഹെൽത്ത് ട്രീറ്റ്മെൻറ്റ് വെറുതെ പോയാ അല്ല, ശമ്പളത്തിൽ നിന്ന് എന്തോ എടുത്താ. പിന്നെ ഓവർ ടൈമിന് കിട്ടിയ പൈസ അറിയണം. ഓവർ ടൈം ഓഡിറ്റോറിയം അന്നെല്ലാം പറഞ്ഞിട്ട് ഇങ്ങനെ മീറ്റിംഗ് കുന്തം കുറച്ചക്കുറ ഇടപെടലുകളാണോ അങ്ങനെ എന്തെല്ലോ എഴുതിന്, ഇൻവോൾവ്ഡും റിനോവേറ്റഡ് എല്ലാം ആണ്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ വേഗം നോക്കിയിട്ട് പറയണം. അങ്ങനെ നന്ദി വീണ്ടും വരിക എന്നെല്ലാം പറഞ്ഞിട്ട് കഴിഞ്ഞ് പോയി നിന്നേക്കല്ല. SDPI അനസ് വീണ്ടും നിൽക്കുമെന്നറിയില്ല. കുറേ ആൾക്ക് നിൽക്കണോ, ഗഫൂർ സാഹിബിന് അപ്പുറം നിൽക്കണോ, കലാം സാഹിബിന് ഇപ്പുറം നിൽക്കണോ, ഫാരിസ് ടീച്ചർക്ക് ഇപ്പുറം നിൽക്കണോ, എല്ലാവരും കൂടി എന്തെല്ലാനോ ആക്കുന്ന ബാക്കിലൂടെ ഇബ്രാഹിം മാഷി വീണ്ടും നിൽക്കണോ, അങ്ങനെ പല ആൾക്കും നിൽക്കണോ. അങ്ങനെ ഒന്നും ചെയ്യല്ല. നമ്മളെ നാട് വിട്ടാന്നേ.